വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീമീസ് ആണ്. എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ NMMSന്റെ പ്രിപ്പറേഷനും വളരെ ആഘോഷത്തോടെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു പോവല്ല. അപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം മാക്റ്റും സാറ്റിൽ നിന്നൊക്കെ ഏറ്റവും നല്ല ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി തന്നെ എന്ത് ചെയ്യണം, NMMS ക്രാക്ക് ചെയ്യണം. അപ്പം മിസ് വന്നിട്ടുള്ളതും NMMSന്റെ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിലെ ക്ലാസ്സസ് ഓൾറെഡി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഓൾറെഡി അറിയാം നിങ്ങൾക്ക് ഫ്രീ ബാച്ച് ആണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രിക്കുകളും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു, എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ വേഗം തന്നെ നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരും, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിലെ ഏത് ജീവിയാണ് നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഹെൽപ്പ് ഇൻ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ദ സോയിൽ എന്നാണ്. അതായത് സോയിൽ നിന്നും നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. എർത്തുവം, മണ്ണിര, റൈസോബിയം, അസോള, ടെർമൈറ്റ്സ്, ചിതൽ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് നമ്മുടെ ഓപ്ഷൻ. റൈസോബിയം ആണ് അല്ലെ. നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണിത് റൈസോബിയം ബാക്ടീരിയ. നമ്മുടെ പയറ് ചെടികളുടെ വേരുകളിലൊക്കെ ചെറിയ ചെറിയ എന്താണ് ന്യൂഡ്യൂൾ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്? സംയോജിത കീടനിയന്ത്രണം എന്താണ്? ഇതിന് മറ്റൊരു രീതിയിലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് IPM? IPMന്റെ ഫുൾ ഫോം ആണ് എന്ത്? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂസിങ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉള്ളി, രാസകീടനാശിനികൾ മാത്രം ഉപയോഗിക്കുന്നു. രണ്ടാമത്തേതോ ഇക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ വിത്ത് ബയോ പെസ്റ്റിസൈഡ് നാച്ചുറൽ എനിമീസ്, ജൈവ കീടനാശിനികളും മിത്രകീടങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ കീടനാശനം. ഇഗ്നോറിംഗ് പെസ്റ്റ്, കീടങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവഗണിച്ച് വിടുന്നു. ആൻഡ് യൂസിങ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്, ജീൻസ് മാറ്റം വരുത്തി വിളകൾ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? IPM എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. കുറേ തരത്തിലുള്ള രീതികളെ ഒന്നിച്ചു കൊണ്ടുവരിക, സംയോജിച്ച് കൊണ്ടുവരികയാണ്. അവിടെ മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, കെമിക്കൽ കൺട്രോൾ ഉണ്ട്, അതുപോലെ ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, പല രീതിയിലാണ്. അപ്പം ഇക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ വിത്ത് ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെ, ജൈവ കീടനാശിനികളും മിത്രകീടങ്ങളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പരിസ്ഥിതി സൗഹൃദ കീടനാശിനി ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ IPM എന്ന് നമ്മൾ പറയുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഹെൽപ്പ് ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസർ? ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കാർഷിക രീതി ഏതാണ്? മോണോക്രോപ്പിംഗ്, കമ്പോസ്റ്റിംഗ്, കെമിക്കൽ ഫെർട്ടിലൈസേഷൻ, പെസ്റ്റിസൈഡ് സ്പ്രേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ജൈവ വേസ്റ്റ് ആണ് അല്ലെ, നമ്മുടെ ജൈവ മാലിന്യമാണ്. അതുപയോഗിച്ച് നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക്? ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അത് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്തായാലും കമന്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പിസികൾച്ചർ? താഴെ പറയുന്നവയിൽ ഏതാണ് മത്സ്യകൃഷിക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെയറിംഗ് ഗോഡ്സ്, ഗ്രോയിങ് ഓർക്കിഡ്സ്, ഓർക്കിഡ് വളർത്തുന്നത്. റേസിംഗ് റോഹു ഫിഷ്, റോഹു മത്സ്യം വളർത്തുന്നത്. ബീ കീപ്പിംഗ്, എപ്പികൾച്ചർ. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ? റോഹു മത്സ്യം വളർത്തുന്നത് അല്ലെ. നമുക്ക് മത്സ്യം വളർത്തുന്നതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പിസികൾച്ചർ എന്ന്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ആൾക്കാരെയും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ ബീനെയാണ്, അല്ലെങ്കിൽ നമുക്ക് തേനീച്ച വളർത്തുന്നതിനെ പറയും. തേനീച്ച വളർത്തൽ. ഇതുപോലെ തന്നെ വരുന്ന വേറൊരെണ്ണമുണ്ട്, മഷ്റൂം കൾച്ചർ. മഷ്റൂം കൾച്ചർ, കൂൺ വളർത്തൽ. കൂൺ വളർത്തലിനെ നമ്മൾ എന്താ പറയുന്നത്? കൂൺ കൃഷി എന്ന് പറയും. കൂൺ വളർത്തൽ അല്ലെങ്കിൽ മഷ്റൂം റെയറിംഗ് ആണത്. മഷ്റൂം റെയറിംഗ് ആണ്. പിന്നെ ഉള്ളത് ക്യൂണി കൾച്ചർ. ക്യൂണി കൾച്ചർ എന്ന് പറയും. ക്യൂണി കൾച്ചർ ഇത് നമ്മുടെ റാബിറ്റ് റെയറിങ്ങിനെയാണ് പറയുന്നത്. മുയൽ വളർത്തുന്നതിന്. മുയൽ വളർത്തുന്നു. പിന്നെ പോൾട്രി ഫാമിംഗ് ഉണ്ട്, നമ്മൾ പക്ഷികളെ വളർത്തുന്നത്. അതുപോലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഉണ്ട്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, കന്നുകാലി വളർത്തൽ എന്ന് പറയും. നമ്മുടെ ഗോട്ട്, അതുപോലെ തന്നെ കൗ, പശു, ആട്, ഇത്തരത്തിലുള്ള ബഫല്ലോ,
ഇവരെയൊക്കെ നമ്മൾ വളർത്തുന്ന രീതിനെ പറയുന്നതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ ഉണ്ട്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദീസ് സെക്ടേഴ്സ് ബിലോങ് ടു ഫ്ലോറികൾച്ചർ? അടുത്തതൊന്നും ഒരു സെക്ടറാണിത്, ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്ന് പറയുമ്പോൾ ഫ്ലവറിൽ നിന്നുള്ള പേര് തന്നെ അതിൽ തന്നെയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, കൾട്ടിവേറ്റിംഗ് ജാസ്മിൻ മെരിഗോൾഡ് അല്ലെ. ജാസ്മിൻ മെരിഗോൾഡ് ഇത്തരത്തിലുള്ള പൂക്കളെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പോൾട്രി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴി വളർത്തൽ. ഫിഷ് ഫാമിംഗ് ആണ് എന്ത്, പിസി കൾച്ചർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു പിസി കൾച്ചർ. ബീ കീപ്പിങ്ങിന് നമ്മൾ എപ്പി കൾച്ചർ എന്ന് പറയും. ഇത് കൂടാതെ തന്നെ എന്താണ്, വെജിറ്റേറ്റീവ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്ലോറികൾച്ചർ, ഹോർട്ടികൾച്ചർ, പ്ലാന്റ്സ്, നമ്മൾ പ്ലാന്റ്സ്, ഫ്രൂട്ട്, ഹോർട്ടികൾച്ചർ, ഫ്രൂട്ട്സ് ഒക്കെ വളർത്തുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഹോർട്ടികൾച്ചർ എന്ന്, അതും കൂടെ ഓർത്തു വെക്കാം. ഇനി വാട്ട് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ കോസ്റ്റ്? സംയോജിത കൃഷിയുടെ ഉൽപാദന ചെലവ് സംബന്ധിച്ച് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംയോജിത കൃഷി, അവിടെയും എന്താ വരുന്നത്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ ഏതാ വരിക, ഉൽപാദന ചെലവ് കൂടുതലാണോ? അല്ല. ബൈ പ്രൊഡക്റ്റ് ഒന്നിന്റെ വളം മറ്റൊന്നിന് ഗുണമാകുന്നു. റിക്വയർ മോർ എക്സ്റ്റേണൽ ഇൻപുട്ട്, നമുക്ക് കുറേ എന്താണ് ബാഹ്യ ഇൻപുട്ടുകൾ, കുറേ അധികം ആവശ്യങ്ങൾ, ചെലവുകൾ വരുന്നു. ആൻഡ് ഓൾവേസ് ലീഡ് ടു മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, വിപണിയിലെ വിലയിലെ ഏറ്റക്കുറച്ചുകൾക്ക് കാരണമാവുന്നു. ഏതാണ് മക്കളെ ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്? അതായത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി. അതായത് നമുക്ക് എന്ത് ചെയ്യാം, പശു വളർത്തുന്നുണ്ടാവാം, ചെറിയ രീതിയിൽ കോഴി, താറാവ് വളർത്തുന്നുണ്ടാകാം. അതിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ ചാണകം, കൗടകം ഒക്കെ നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കൃഷിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ച് നമുക്ക് മീൻ വളർത്തൽ ചെയ്യാം. ഇങ്ങനെയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ബൈ പ്രൊഡക്റ്റ് ഓഫ് വൺ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ ഫോർ ഫീഡ് ഫോർ അനദർ, റെഡ്യൂസിങ് ദ കോസ്റ്റ്. ഒന്നിന്റെ ഉൽപാദനം മറ്റൊന്നിന് വളമായോ തീറ്റയോ ഉപയോഗിക്കാം. ഇത് ചെലവ് കുറയ്ക്കുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് കേട്ടോ. ഇനി what term describe the effective utilization of modern technologies or practices in agriculture? ഇവിടെ കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെയോ രീതികളുടെയോ ഫലപ്രദമായ ഉപയോഗത്തെ വിവരിക്കുന്ന പദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ ഫാമിംഗ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, സ്മാർട്ട് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്. നമ്മൾ പഠിച്ചതായിരുന്നു സ്മാർട്ട് ഫാമിംഗ് അല്ലെ. എല്ലാ തരത്തിലുമുള്ള മോഡേൺ ടെക്നോളജീസ്, AI ജനറേറ്റഡ് ആയിട്ടുള്ളത്, ജോഗ്രഫിക്കൽ എന്താണ് ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൃഷി രീതിയെ വളരെയധികം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്താ, സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സസിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, വായിച്ച് പഠിച്ചിട്ട് വേണം NMMSന് പോകാൻ വേണ്ടി. അടുത്തത്, ഹൗ ക്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ഇൻ സ്മാർട്ട് ഫാമിംഗ് എന്നാണ്. സ്മാർട്ട് ഫാമിംഗിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ സഹായിക്കും? ഒന്ന് നമുക്കറിയാം എങ്ങനെയാണ്, ബൈ ഷെയറിംഗ് ഇമേജസ്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്സ് ടു ഫൈൻഡ് പ്രോബ്ലംസ് അല്ലെ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന്, അതായത് ഇവിടെ ഓപ്ഷൻ അത് മാറിപ്പോയതാട്ടോ. ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കെടുത്ത് ഭൗതികമായി വിളവെടുക്കുന്നതിലൂടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഒരു ചെടീൻ്റെ എന്തെങ്കിലും കീടാണുങ്ങൾ അവരെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുണ്ടോ, എന്തെങ്കിലും ന്യൂട്രിയൻസ് കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് AI നമുക്ക് യൂസ് ചെയ്യാം. ഇൻ സ്മാർട്ട് ഫാമിംഗ്, വാട്ട് ഡു സെൻസേഴ്സ് ഐഡന്റിഫൈ ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ടു പ്രിപ്പയർ എ പ്രോബ്ലം സോൾവിംഗ് സിസ്റ്റം? സ്മാർട്ട് ഫാമിംഗിൽ പ്രശ്ന പരിഹാര സംവിധാനം തയ്യാറാക്കുന്ന സെൻസറുകൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ എന്നാണ് തിരിച്ചറിയുന്നത് എന്നാണ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ, മോയിസ്ചർ, ഫെർട്ടിലിറ്റി ആൻഡ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ അല്ലെ. ഈർപ്പം, ഫലഭൂഷ്ട, കീടബാധ ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇൻ ഹൈഡ്രോപോണിക്സ്, സ്മാർട്ട് ഫാമിംഗ് ടെക്നിക്, ഹൗ ആർ ന്യൂട്രിയൻ മാനേജ് വിത്ത് ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് എന്നാണ്. മികച്ച കൃഷിരീതി ഹൈഡ്രോപോണിക്സിൽ സെൻസറുകളുടെ സഹായത്തോടെ പോഷകങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം ഈ ഒരു ന്യൂട്രിയൻസിലൂടെയാണ് നമ്മൾ, അല്ലെങ്കിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള മണ്ണോ ഒന്നും വേണ്ട. അപ്പം എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ ഡിറ്റക്റ്റഡ് ആൻഡ് പ്രൊവൈഡഡ് ആസ് നീഡഡ്. പോഷകങ്ങളുടെ അളവ് കണ്ടെത്തി ആവശ്യാനുസരണം നമ്മൾ നൽകുകയാണ് വെള്ളത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഡു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് സിഗ്നിഫൈ ഫോർ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്? GI എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. GI യുണീക് ക്യാരക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ ജിയോഗ്രഫിക്കൽ ഏരിയ വർ കൾട്ടിവേറ്റഡ്. കൃഷി ചെയ്യുന്ന ഭൂമിശാസ്ത്രത്തെ പ്രദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള സവിശേഷ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇത്. അപ്പോൾ ഇത് എന്തായാലും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം തന്നിട്ടുള്ളത് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് എല്ലാവരും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയകൾ എന്നൊക്കെ അറിയണമെങ്കിൽ ബ്രഹ്മോസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒട്ടും സമയം കളയണ്ട, ഇന്നും കൂടെയാണ് ഓഫർ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ യോധ ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എളുപ്പമാണ് എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ജസ്റ്റ് നമ്മുടെ സൈലിംഗ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ബ്രഹ്മോസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ പോരെ. ഫ്രീ ആയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.